നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 280 280. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 24-ാം അധ്യായത്തിൽ ശ്ലോകം 4. സ ത്വയാ ആരാധിത ശുക്ലോ വിധന്വന്മാമകം യശാം ചേത്താ ചയിത്താ തേ ഹൃദയഗ്രന്ഥിം ഔദര്യോ ബ്രഹ്മഭാവനാം. നിന്നാൽ പൂജിക്കപ്പെട്ട ശുദ്ധസത്വസ്വരൂപനായ ആ ദേവൻ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, ശുദ്ധസത്വസ്വരൂപനായ ആ ദേവൻ എൻ്റെ യശസ്സിനെ വിസ്തരിക്കുന്നവനും നിൻ്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചവനും ബ്രഹ്മത്തെ നിനക്ക് ഉപദേശിക്കുന്നവനുമായിട്ട് അജ്ഞാനമൂലത്തെ ഛേദിക്കും. ആരെ? നിൻ്റെ ഉദരത്തിൽ വളരാൻ പോകുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന ഈ കുട്ടി നിനക്ക് ബ്രഹ്മത്തെ ഉപദേശിക്കും. ഇതാണ് ആവശ്യം. അതാണ് ഈ ഭഗവാന്റെ ഒരവതാരം. അതിൻ്റെ ഭാവാർത്ഥം നോക്കൂ. ഇപ്രകാരം നിന്നാൽ പൂജിക്കപ്പെട്ട ശുദ്ധസത്വസ്വരൂപനായ ശ്രീഹരി നിൻ്റെ ഉദരത്തിൽ നിന്ന് ജനിക്കും. ഭാഗ്യം അഹോ അന്ധഭാഗ്യം ജനാനാം. എന്നിട്ടോ കർദമപുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നുള്ള കീർത്തിയെ എനിക്കും നൽകും. അതാണ് ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഔദാര്യം. തൻ്റെ ഭർത്താവിൻ്റെ പുത്രനെ പ്രസവിക്കുക. അപ്പോൾ ബ്രഹ്മതത്വത്തെ നമുക്ക് ഉപദേശിച്ച് ചിജ്ജടാത്മകമായും അഹങ്കാരമെന്ന് പേർ പറയപ്പെടുന്നതുമായ മൂല അജ്ഞാനത്തെ, അഹങ്കാരഗ്രന്ഥിയെ ആത്യന്തികമായി നശിപ്പിച്ച് പരമഗതിയെ നിനക്ക് നൽകും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ, അതാണ് ഹൃദയഗ്രന്ഥി വിഭേദിനി എന്ന് പറയും. ഹൃദയത്തിലേക്ക് ഇമോഷൻസ് ഉണ്ടാക്കുന്ന ഗ്രന്ഥിനെ നമ്മൾ കട്ട് ചെയ്യണം. എന്നാലാണ് സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വാസുദേവ ചൈതന്യത്തിനെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നമ്മളിൽ നിന്നുണ്ടായിട്ടുള്ളവരും നമ്മൾക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളവരൊക്കെ നശിക്കും. പക്ഷെ നമ്മളിലുള്ള ചൈതന്യം ആണ് നമുക്ക് വലുത്. എല്ലാവർക്കും തഥാസ്തു തഥാസ്തു തഥാസ്തു. അപ്പോൾ മൈത്രേയ ഉവാച, മൈത്രേയ മഹർഷി പറയണു 5-ാമത്തെ ശ്ലോകം. ദേവഹൂതി അഭി സന്ദേശം ഗൗരവേണ പ്രജാപതേ സമ്യക് ശ്രദ്ധായ പുരുഷം കൂടസ്ഥം അഭജൽ ഗുരും കൂടസ്ഥം അന്തര്യാമി സർവജീവഗുഹാശയൻ. ഈ 3 മനസ്സൊന്ന് പോരുത്. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? ദേവഹൂതിക്കും പ്രജാപതിയുടെ ഉപദേശത്തെ ഗൗരവത്തോടുകൂടെ നന്നായി ശ്രദ്ധിച്ചിട്ട് വികാരങ്ങളിലില്ലാത്തവനും, അതാണ് കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരാ? വികാരങ്ങളില്ലാത്തവനും ജ്ഞാനപ്രദനുമായ ഈശ്വരനെ ഭജിച്ചു. അങ്ങ് എൻ്റെ ഉദരത്തിൽ വന്ന് പറക്കും എന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞു. അതിനെ സ്വീകരിക്കാനുള്ള വെമ്പലാണ് ഞാൻ. എനിക്ക് വേണ്ട മനഃശുദ്ധി തരണേ. അതാണ് മനഃശുദ്ധിയാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ദേവഹൂതിയും കർദമ പ്രജാപതി അരുളി ചെയ്തതിനെ അത്യാദരത്തോടും ശ്രദ്ധയോടും കൂടെ സ്വീകരിച്ചിട്ട് ജന്മാദികളായ വികാരങ്ങളൊന്നുമില്ലാതെ ഇരിക്കുന്നവനും
ജന്മാദികളായ ഈശ്വരനെന്തില്ല, ജന്മാദി വികാരങ്ങളൊന്നുമില്ല. പിന്നെ ഈ അവതാരങ്ങളോ, അത് സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ശത്രുക്കൾക്ക് മോക്ഷത്തെ കൊടുക്കാനും, അതായത് അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ വികാരങ്ങളൊന്നുമില്ലാതെ ഇരിക്കുന്നവരും ആത്മസ്വരൂപത്തെ ഭക്തന്മാർക്കായി പ്രകാശിപ്പിക്കുന്ന പരമഗുരുവുമായ പുരുഷോത്തമനെ ഭജിച്ചു. ശ്ലോകം 6. തസ്യാം ബഹുതിഥേ കാലേ ഭഗവാൻ മധുസൂദന. മണിയടിച്ചു, അമ്പലത്തിൽ നട തുറക്കുകയാണ്. സംഗതി ആ വാതിൽ തുറന്നു. ശ്രദ്ധിക്കണം, ഐ ആം സോ ബ്ലെസ്ഡ് എന്ന് പറയാൻ കാരണം എന്താ, ഈ ഒരു ഫീലിംഗ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വലതുഭാഗത്ത് ഇങ്ങനെ ഒരു 45 ഡിഗ്രിയിൽ അമ്പലത്തിൽ ഇലഞ്ഞിത്തറയുണ്ട്. ആ ഇലഞ്ഞിയുടെ മുകളിൽ നിന്ന് ഒരു ഗന്ധർവൻ വീണയായിട്ട് താഴത്ത് വന്നൊരു നമ്പൂരിക്ക് പ്രദാനം ചെയ്തു എന്നൊക്കെ എന്താ പറയുക, എന്താണ് പറയുക, ഇതിഹാസ രൂപേണ അല്ലെങ്കിൽ പുരാണ രൂപേണ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വിളക്ക് വയ്ക്കും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇരുന്നാൽ എന്ന് കണ്ണും വലതുഭാഗത്തേക്ക് വെച്ചാൽ ആ വിളക്ക എനിക്ക് കാണുക. കുരുവമ്പലം ശിവക്ഷേത്രത്തിലെ ഗന്ധർവത്തറയിൽ വെച്ചുള്ള വിളക്ക്. അതാണ് ജിയോമെട്രിക്കൽ എക്സ്പെരിമെൻ്റ് അല്ലേ, ജിയോമെട്രിക്കൽ എക്സ്പെരിമെൻ്റ് സക്സസ് ആവുക എങ്ങനെ, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലേ, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക. നമ്മുടെ വീട്ടിലിരിക്കുക, ഈശ്വരനെ പ്രതിനിധാനം ചെയ്യുന്ന വിളക്ക് കണ്ട് ആസ്വദിക്കുക. അപ്പോൾ പറയണു, തസ്യാം ബഹുതിഥേ കാലേ ഭഗവാൻ മധുസൂദന കാർദമം വീര്യമാപന്നോ ജജ്ഞേ അഗ്നിരിവദാരുണി. പിന്നെ എങ്ങനെയാണ് അഗ്നി കടയുക, അതേപോലെ അതാണ് പറയാൻ പോണത്. അധിക ദിവസം കഴിഞ്ഞപ്പോൾ കർദമവീര്യത്തെ പ്രാപിച്ച ജ്ഞാനസ്വരൂപനായ വിഷ്ണു അരണിയിൽ തീയെന്ന പോലെ അവളിൽ ജനിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് കുറച്ച് എലാബറേറ്റായിട്ട് പറയുന്നുണ്ട്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ജ്ഞാനാദികളായ 6 ഗുണങ്ങളും തികഞ്ഞിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി കർദമ പ്രജാപതിയുടെ വീര്യത്തെ പ്രാപിച്ചിട്ട് അഗ്നിയെ ജനിപ്പിക്കുന്നതായ അരണിയിൽ പ്രകാശസ്വരൂപനായിട്ട് അഗ്നി ജനിക്കുന്നത് പോലെ ദേവഹൂതിയിൽ ജനിച്ചു. ഇനി അതിനെ ഒന്ന് എക്സ്പ്ലോഡ് ചെയ്ത് പറയാണ്. കുറച്ച് പുക എന്താണ് വെടിപൊട്ടിച്ചിട്ടെന്നർത്ഥം. ഉപമ കൊണ്ട് സിദ്ധിക്കുന്ന കാര്യം എന്തെന്നാൽ, ഉപമ അരണിയിൽ അഗ്നി എപ്പോഴുമുണ്ട്. ദാഹാദികളായ സ്വശക്തികളെ പ്രകാശിപ്പിക്കാതെ അതിൽ അടങ്ങിയിരിക്കുന്നു. മഥനം ചെയ്യുന്ന സമയം പ്രഭാരൂപേണ പുറത്തേക്ക് പ്രകാശിക്കുന്നു. അപ്പോൾ കാഷ്ടാദികളെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു. ഏതിലാണ് ഒരു മരത്തിൻ്റെ കമ്പിലാണല്ലോ ഇത് അരണി കടയണത് അല്ലേ. അപ്പോൾ അതിനെ ചൂടായാൽ അഗ്നി ജ്വലിച്ചാൽ അതിനെ ദഹിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഭഗവാൻ കർദമവീര്യത്തിൽ പ്രവേശിച്ചുവെന്ന് പറഞ്ഞതുകൊണ്ടും പൂർവം അവിടെ ഇല്ലെന്ന് ശങ്കിക്കേണ്ട. ഇറ്റ് എക്സിറ്റ്സ് ദർ. അതാണ്, ഇല്ലാത്തത് ഉണ്ടാവാൻ പറ്റില്ല. എപ്പോഴും എവിടെയും ഭഗവാനുണ്ട്. എപ്പോഴും നമ്മൾ കുരുത്തക്കേട് ചെയ്യുമ്പോഴും ഭഗവാന്റെ കണ്ണിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എൻ്റേന്നല്ല, നിങ്ങളുടെ എല്ലാവരും, നമ്മുടെ എല്ലാവരും. ഇതാണ് നമ്മൾ മനസ്സിൽ ഉറക്കേണ്ടത്. പിന്നെ എപ്പോഴും എവിടെയും ഭഗവാനുണ്ട്. അപ്പം മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല. അതാണ് ക്ഷേത്രങ്ങളിൽ വിവാഹം നടത്താൻ മുഹൂർത്തം നോക്കണ്ട എന്ന് പറയും. നട അടച്ചാലും ശരി, നട അടച്ചില്ലെങ്കിലും ശരി. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എനിക്കൊരു 19-20 വയസ്സ് സമയത്ത്, മേ ബി 21, എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല, എർലിയർ ഒരു 19-20 വയസ്സിൽ 12 റുപ്യ ദേവസ്വത്തിലേക്ക് തന്നാൽ ഞങ്ങൾ കല്യാണം നടത്തി കൊടുക്കും. അന്ന് അത്രയേ ഉള്ളൂ, സർട്ടിഫിക്കറ്റൊന്നുമില്ല. അവർ പറഞ്ഞ സമയത്തിന് വന്നില്ല. പൂജാരിക്കാണെങ്കിൽ ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചിട്ട് 9:30 മണിക്ക് ബാങ്കിലേക്ക് എത്തണം, 10 മണിക്ക് ബാങ്കിലെത്തണം. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ചെയ്യുക, കല്യാണക്കാർ വന്നില്ല.
സാരമില്ല, നടടച്ച് പോയിക്കോളൂ പറഞ്ഞു ഞാൻ. അപ്പോൾ പറയുമ്പോൾ എന്ത് ചെയ്തു, പുതുവാൾസിയാരോട് പറഞ്ഞു നിങ്ങളിവിടെ ഉണ്ടാവണം, കാരണം മാല അവർക്ക് എടുത്തു കൊടുക്കണം. മാത്രമല്ല ഈ ദീപസ്തംഭത്തിൽ ഒരു തിരി ഇട്ട് വയ്ക്കുക, എണ്ണ വെച്ചിട്ട് അവർ വന്നാൽ കത്തിക്കുക, അല്ലെങ്കിൽ കത്തിച്ചോളൂ, അവർ വരുമ്പോൾ ഇതിൽ എണ്ണ തീരേണ്ടപ്പോൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ കല്യാണം അന്ന് നടക്കില്ല. അങ്ങനെ തന്നെ പറഞ്ഞത്. അത് വലിയൊരു ഒച്ചപ്പാടായി. ഞാൻ പറഞ്ഞു ഒരാളുടെ കല്യാണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നട തുറന്നു വയ്ക്കാൻ പറ്റില്ല. അതിനൊരു ചിട്ടയുണ്ട്, ആ ചിട്ടപ്രകാരമേ നടക്കുള്ളൂ. ഇപ്പം ഞാൻ ഈ ഭാഗവതമൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കുണ്ടാകുന്നൊരു സന്തോഷം. ഈ നിഷ്ഠ അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ എന്താ, സമയബന്ധിതമാണ്. കാലത്ത് ചെയ്യേണ്ടത് 10 മണിക്ക് ചെയ്യരുത്, വൈകുന്നേരം ചെയ്യേണ്ടത് രാത്രി ചെയ്യരുത്, രാത്രി ചെയ്യണത് പകൽ ചെയ്യരുത്, ഇങ്ങനെയൊക്കെ ഉണ്ടതിന്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ട് എന്ന് പറയാൻ കാരണം എക്സാമ്പിൾസ് നമ്മുടെ മനസ്സിൽ ഉദിച്ചു വരും. അപ്പോൾ പറഞ്ഞു എപ്പോഴും എവിടെയും ഭഗവാനുണ്ട്. പക്ഷെ ഭഗവാൻ ആരാ? നിർവികാരനായിരിക്കുന്നു. അപ്പം നമ്മൾ വികാരം കൊണ്ടതുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളും ശാന്തചിത്തനായിട്ടിരുന്നാലാണ് സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വാസുദേവ ചൈതന്യത്തിനെ അവരവരുടെ ഹൃദയഗഹ്വരത്തിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഭക്തന്മാരെ അനുഗ്രഹിപ്പാൻ കാരുണ്യമുണ്ടാകുമ്പോൾ എപ്പോഴും ഉണ്ടാവില്ല. വെൻ ഇറ്റ് ഹാപ്പൻസ്, വെൻ ദി ഭക്താസ് ഈസ് അത്രയും കാര്യങ്ങൾ ചെയ്ത് പ്രിപ്പയർഡായിരിക്കണം, അപ്പോൾ കാരുണ്യം ഉണ്ടാവും. എഫിഷ്യൻസി തെളിയിക്കാൻ സാധിക്കണം നമ്മൾക്ക്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ പുണ്യം അധികരിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ബാഹ്യത്തിൽ സ്വരൂപത്തെ ധരിച്ച് അവതരിക്കുന്നു. ഭഗവാന് പ്രകടമാവണമെങ്കിൽ രൂപം വേണം, അതാണ് അവതാരം. അപ്പോൾ ഒന്നോടും ചേർച്ചയില്ലാതെ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ഭഗവാന് വളരെ എക്സ്പ്ലിസിറ്റായിട്ട് പറയുന്നുണ്ട്. ഒന്നിനോടും ചേർച്ചയില്ലാതെ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ ജന്മാദികൾ നിമിത്തം വികാരം ബാധിക്കുന്നതല്ലെന്ന് ബോധിപ്പിക്കുവാൻ വേണ്ടി. ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ അപ്പം ഉണ്ടാകുമ്പോൾ ഒരു ഉണ്ണി അപ്പെടുത്ത് ഓടി എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി. പക്ഷേ വേദാന്തസാരികൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അദ്ദേഹം നിറഞ്ഞു നിൽക്കണം. നമ്മൾ ഉണ്ടാക്കി കൊടുക്കണതിൻ്റെ മുമ്പ് പലവരുണ്ടാക്കി ഭഗവാൻ നിവേദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജഗത്തിൻ്റെ നിയന്താവായിരിക്കുന്ന ഒരു ഭഗവാനെ നമ്മൾ ചെറുതാക്കി കാണരുത്. ഭക്തി അതല്ല ഭക്തി. എൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾ മുറയ്ക്ക് നടത്തി തരുമ്പോൾ അതിനേക്കാൾ വലിയൊരു എക്സാമ്പിൾ എന്താ? മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നോടും ചർച്ചയില്ലാതെ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ഭഗവാന് ജന്മാദികൾ നിമിത്തം വികാരം ബാധിക്കുന്നതല്ലെന്ന് ബോധിപ്പിക്കുവാൻ വേണ്ടി അഗ്നിരവദാരുണി എന്ന ഉപമയെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ശ്ലോകം, അവാദയം സ്തദാവോംനി വാദിത്രാണി ഘനാഘനാഹ ഗായന്തി തം സ്മഗന്ധർവാ നൃത്യന്തി അപ്സരസോ മുദാം. അപ്പോൾ ആകാശത്തിൽ, അതായത് ഭഗവാൻ എപ്പോൾ ദേവഹൂതിയുടെ ഗർഭത്തിൽ എത്തിയോ അപ്പോൾ ആകാശത്തിൽ വാദ്യങ്ങളെ ശബ്ദിപ്പിച്ചു. ഘനമായ ശബ്ദങ്ങൾ. ഗന്ധർവന്മാർ ആ ദേവനെക്കുറിച്ച് പാടി. അപ്സര സ്ത്രീകൾ സന്തോഷത്തോടുകൂടെ നാട്യം ചെയ്തു. അതാണ് വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. അവതാര സമയത്തിൽ ദേവന്മാർ ദുന്ദുബി മുതലായ വാദ്യങ്ങളെ ഘോഷിക്കുകയും മേഘഗർജനം പോലെയുള്ള ഉച്ചധ്വനികളെ ജനിപ്പിക്കുകയും ചെയ്തു. ഗന്ധർവന്മാർ ഭഗവൻ മാഹാത്മ്യത്തെക്കുറിച്ച് ഗാനം ചെയ്തു. അപ്സര സ്ത്രീകൾ അതിസന്തോഷത്തോടുകൂടെ നർത്തനം ചെയ്തു. ഓക്കെ, 8ാമത്തെ ശ്ലോകം, പേതു സുമനസോ ദിവ്യാഘേജരൈരപവർജിതാഃ പ്രസേതുശ്ച ദിശഃ സർവാ അംബാസി ച മനാംസി ച. ദേവന്മാരാൽ വർഷിക്കപ്പെട്ട
ദിവ്യങ്ങളായ പുഷ്പങ്ങൾ ഭൂമിയിൽ പതിച്ചു. എല്ലാ ദിക്കുകളും ജലങ്ങളും മനസ്സുകളും പ്രസാദിച്ചു. അതായത് ഭൂമി നൃത്തമാടി എന്ന് വേണമെങ്കിൽ പറയാം. എന്താ, പൂക്കൾ ആടണു, കായകൾ ആടണു. ഒരു വസന്ത ഋതു. എപ്പോഴും അവതാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വസന്ത ഋതു തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇനി എൻ്റെ ഭാവാർത്ഥം: ദേവന്മാർ ദേവോദ്യാനങ്ങളിലുള്ള പുഷ്പങ്ങളെ വർഷിച്ചത് ഭൂമിയിൽ വീണു. എല്ലാ ദിക്കുകളും ജലാശയങ്ങളിലും ജലവും സർവ്വപ്രാണികളുടെ മനസ്സുകളും പ്രസാദിച്ചു. ഒരു വരണ്ട് കിടക്കുന്ന കുളം കാണാനാണോ ഇഷ്ടം, അതോ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കുളമാണോ? നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന കുളമാണ് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുക. 9ാമത്തെ ശ്ലോകം: തൽ കർദ്ദമാശ്രമപദം സരസ്വത്യാ പരിശ്രിതം സ്വയംഭൂ സാഗം ഋഷിഭിർ മരീച്യാദ്യാഭിരഭ്യയാത്. സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കർദ്ദമൻ്റെ ആ ആശ്രമസ്ഥാനത്തെ മരീചാദികളായ ഋഷികളോടുകൂടെ ബ്രഹ്മാവ് അഭിയാനം ചെയ്തു. ആലോചിച്ച് നോക്കണം. ഭഗവാന്റെ തിരു അവതാരം നടക്കുന്ന സമയത്ത് ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരോടുകൂടി അവിടെ എത്തിച്ചേർന്നു. അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. പരിശുദ്ധമായ സരസ്വതിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കർദമ മുനിയുടെ ആ പുണ്യാശ്രമ സ്ഥാനത്തേക്ക് മരീചാദികളായ ഋഷികളോടുകൂടി സാക്ഷാൽ ബ്രഹ്മദേവൻ ആദരപൂർവം ആഗമിച്ചു. ഇനി 10ഉം 11ഉം ശ്ലോകങ്ങളൊപ്പം പോവും, അർത്ഥം പറയേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഭഗവന്തം പരം ബ്രഹ്മ സത്വേനാംശേന ശത്രുഹൻ തത്വസംഖ്യാന വിജ്ഞപ്തിയൈ ജാതം വിദ്വാനജസ്വരാട് സഭാജയൻ വിശുദ്ധേന ചേതസാ തശീർഷിതം പ്രഹൃഷ്യമാണൈരസുഭി കർദമം ചേതം അഭ്യദാത്. ശത്രുക്കളെ സംഹരിക്കുന്ന വീര, സത്വാംശത്തോടുകൂടെ പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ തത്വങ്ങളുടെ നിരൂപണത്തിന് സഹായമായിരിക്കുന്ന ശാസ്ത്രത്തെ വിശേഷമായിട്ട് ബോധിപ്പിക്കുവാനായിക്കൊണ്ട്. ഇത് മനസ്സിലാക്കാണ്ട് പോയിട്ട് കാര്യമില്ല. കപിലോപാഖ്യാനം എന്നാണല്ലോ ഇപ്പോൾ ഈ ഇതിന് പറയാം, വരാൻ പോകുന്നതാണ് കപിലോപാഖ്യാനം. അപ്പോൾ കപിലോപാഖ്യാനത്തിൻ്റെ എന്താ സബ്ജക്റ്റ് എന്നാണ് പറഞ്ഞത്? തത്വങ്ങളുടെ നിരൂപണത്തിന് സഹായമായിരിക്കുന്ന ശാസ്ത്രത്തെ വിശേഷമായിട്ട് ബോധിപ്പിക്കുന്നവനായിക്കൊണ്ട്. അതാണ് യജ്ഞവേദിയിൽ മുഴങ്ങേണ്ടത് പരമശൈലേ. അപ്പോൾ പറഞ്ഞു ബോധിപ്പിക്കുന്നവനായി കൊണ്ട്, ജനിച്ചിരിക്കുന്നവനായിട്ട് അറിഞ്ഞിരിക്കുന്നവനും സ്വയമേവ ജ്ഞാനസ്വരൂപനുമായ ബ്രഹ്മാവ് പരിശുദ്ധമായ മനസ്സോടും സന്തോഷത്തെ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങളോടും കൂടിയവനായിട്ട് ഭഗവാന്റെ ഇച്ഛയെ അനുമോദിക്കുന്നവനായിട്ട് കർദമനോട് ഇങ്ങനെ പറയുകയും ചെയ്തു. എന്താ അപ്പം അതാണ് ഇനി ഭാവാർത്ഥത്തിലേക്ക് വരുന്നത്. ശത്രുക്കളായ ഇന്ദ്രിയങ്ങളെ ജയിച്ചിരിക്കുന്ന ഹേ വിതുര. മൈത്രേയർ ആരോടാ സംസാരിക്കണത്? വിതുരനോട്. വിതുരരാരാ? ശത്രുക്കളായ ഇന്ദ്രിയങ്ങൾ. നമ്മളുടെ ഉള്ളിലുള്ള, നമ്മളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, കാത്, നാവ്, ത്വക്ക്, ഉപസ്ഥം, ഇതൊക്കെയാണ് തകരാറ് ചെയ്യുക. അവരെ നിയന്ത്രിക്കാതെ കൊണ്ട് നമ്മൾക്ക് വാസുദേവ ചൈതന്യത്തിനെ അറിയാൻ സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു, സ്വയം ജ്ഞാനസ്വരൂപനായ ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷമായതിൻ്റെ ആവശ്യം എന്തെന്ന് പറയാം. കേൾക്കുക. സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീഹരി ശുദ്ധസത്വഗുണത്തെ അവലംബിച്ച് അവതരിച്ചിരിക്കുന്നുവെന്നും പ്രകൃതി മഹത്വത്വം അഹങ്കാരതത്വം എന്നിങ്ങനെയുള്ള തത്വങ്ങളുടെ നിരൂപണം ചെയ്യുവാനും ഈശ്വരനെ പ്രകൃതി തത്വങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയുവാനും. അപ്പോൾ പ്രകൃതി തത്വങ്ങളല്ല ഈശ്വരൻ, ആ പ്രകൃതി തത്വങ്ങളുടെ നിയാമകനാണ്, നിയന്ത്രിതാവാണ്. ഉപകരിക്കുന്ന സാഖ്യമെന്ന ശാസ്ത്രത്തെ ഭക്തന്മാർക്ക് ഉപദേശിച്ച് അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടാണ് അവതരിച്ചിരിക്കുന്നതെന്നും ബ്രഹ്മദേവൻ അറിഞ്ഞതിനാൽ
ഭഗവാന്റെ ലോകാനുഗ്രഹത്തിനായി കൊണ്ടുള്ള ആ കാരുണ്യത്തെ അഭിനന്ദിപ്പാനും ഭഗവാന്റെ അവതാര സ്വാതന്ത്ര്യത്തെ കണ്ട് ആനന്ദിപ്പാനുമുള്ള താൽപ്പര്യത്താൽ പരിശുദ്ധമായ മനസ്സോടും സന്തോഷിച്ചിരിക്കുന്ന നേത്രാദികളായ ഇന്ദ്രിയങ്ങളോടും കൂടി ഇരിക്കുന്ന ബ്രഹ്മാവ് ആശ്രമത്തിൽ വന്ന കർദമ പ്രജാപതിയോട് ഈ വിധം പറഞ്ഞു. അതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. ബ്രഹ്മോവാച. ശ്ലോകം 12. ത്വയാമേ അപചിതസ്താദ കൽപ്പിത നിർവ്യളീകത യന്മേ സംജഗൃഹേ വാക്യം ഭവാൻ മാനത മാനയൻ. അപ്പോൾ എൻ്റെ വാക്യത്തെ മാനിക്കുന്നവനായിട്ട് വേണ്ട വിധം സ്വീകരിക്കുന്നുവെന്നത് യാതെന്നോ മാനത്തെ എനിക്കായിട്ട് നൽകിയ വത്സ, എൻ്റെ പൂജ കപടം കൂടാതെ കൽപ്പിക്കപ്പെട്ടു. ബ്രഹ്മാവിൻ്റെ പൂജ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. അതാണ് ഇനി ഭാവാർത്ഥമായിട്ട് പറയണത്. ഹേ എന്നെ മാനിച്ചിരിക്കുന്ന വത്സ, ആരെ? കർദമ പ്രജാപതി. ബ്രഹ്മാവിൻ്റെ അരുളപ്പാട് മനസ്സിലാക്കി ജീവിക്കുക കാരണമാണല്ലോ മഹാവിഷ്ണു നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തിയത്. ഞാൻ ചെയ്ത കൽപ്പനയെ മാനിച്ചുകൊണ്ട് വേണ്ടതുപോലെ നിർവഹിച്ചുവെന്നത് യാതൊന്നോ അതിനാൽ പിതാവായ എൻ്റെ നേർക്ക് പുത്രനായി നീ ചെയ്യേണ്ടതായ മുറ കപടം കൂടാതെ അനുഷ്ഠിച്ചിരിക്കുന്നു. കപടം കൂടാണ്ട്, അച്ഛനും അമ്മയും പറഞ്ഞത് കാപ്പട്യമില്ലാണ്ട് ചെയ്യാൻ സാധിക്കുന്നവന് ഇഹത്തിലും പരത്തിലും സായുജ്യ സാമീപ്യ സാലോക്യ സാരൂപ്യാദികൾ തന്നെയാണ്. 4 ഇല്ലേ? സായുജ്യം, സാമീപ്യം, സാലോക്യം, സായുജ്യം, സാരൂപ്യം, സായുജ്യം, 4 ഉണ്ട് എന്തായാലും പ്രശ്നയില്ലേ. അപ്പോൾ പറഞ്ഞു 13. അതായത് സായുജ്യം, കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഓർമ്മ നിൽക്കില്ല. സായുജ്യം, സാമീപ്യം, സാലോക്യം, കിട്ടി സാലോക്യം, പിന്നെ സാരൂപ്യം. അപ്പോൾ 13. ഏതാവത്തേവ ശുശ്രൂഷ കാര്യ പിതരിപുത്രകൈ ബാഠം ഇത്യനുമന്യേത ഗൗരവേണ ഗുരോർവച. അച്ഛൻ പറയണത് ഗുരു പറഞ്ഞ പോലെ കേൾക്കണം. എനിക്കതിൽ സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്ര വലിയൊരു കസാല ഉണ്ടാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഗുരുവാക്യവും അച്ഛൻ അമ്മ പറഞ്ഞതും അതേപടി കേൾക്കുക. അതിൽ എന്തൊക്കെ നാശനഷ്ടങ്ങളുണ്ടോ അതൊക്കെ ട്രയൽ ആൻഡ് എററാണ് എന്ന് നമുക്ക് ബോധിച്ചാൽ മതി. സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കൂടുതലാവില്ല, അവരും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല, സാരമില്ല. പക്ഷേ അവർക്ക് മാനഹാനി വരുന്നതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് സാധിക്കുന്ന അത്ര ഉയരത്തിൽ അവരെ സ്ഥാപിക്കുക. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. അത് മകനും സാധകനുമായിരിക്കുന്ന ആളാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗുരുവിൻ്റെ വാക്കിനെ ആദര ബഹുമാനങ്ങളോടുകൂടെ അങ്ങനെ തന്നെ എന്ന് സമ്മതിക്കണം. പുത്രന്മാരാൽ പിതാവിൻ്റെ ചെയ്യുവാൻ യോഗ്യമായ ഉപചാരം ഇത്ര തന്നെ. ഉപചാരം പിതാവിൻ്റെ ആജ്ഞ എന്തായിരുന്നാലും ബഹുമാനപൂർവം അതിനെ അംഗീകരിക്കേണ്ടത് പുത്രന്മാരുടെ ധർമ്മമാകുന്നു. പിതാവിൽ പുത്രന്മാർ പ്രകാശിപ്പിക്കേണ്ടതായ ഉപചാരം ഇത്ര തന്നെയാകുന്നു. അപ്പോൾ ഞാൻ ഈ സ്ഥലം 92 വാങ്ങിയപ്പോൾ അതിലൊരു മാമ്പങ്കാവ് ഉണ്ടായിരുന്നു. അത് യഥാസ്ഥാനത്തായിരുന്നില്ല, ഡൈലാബിഡേറ്റഡ് കണ്ടീഷനിലായിരുന്നു. പിന്നെ 2001 വീടൊക്കെ വെച്ച് ഗൃഹപ്രവേശം കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്തത് ആ കാവ് റീലൊക്കേറ്റ് ചെയ്ത് ഗംഭീരമായിട്ട് പുനഃപ്രതിഷ്ഠയൊക്കെ ചെയ്തു. അത് അങ്ങനെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ ഒരു പാട്ട് നാഗരെ സ്തുതിച്ചുള്ള പാട്ട് 4 ആൾ ഒരു
കുടം, ഒരു വീണ, 2 അളത്താളൊക്കെ ആയിട്ട് വന്ന് ഗംഭീര പാട്ട് നടത്തി. ഒരു 10-75 ആൾ പങ്കുകൊണ്ടു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അവർക്ക് ഒരു ലഘു ആഹാരമൊക്കെ കൊടുത്തു. അപ്പോൾ അതിലൊരു ആൾ പറഞ്ഞു, രാജേട്ടൻ എല്ലാ ആയില്യത്തിനും ഇവിടുന്ന് ഉണർത്തണം വിളക്ക് വെച്ച്, അല്ല അവിലോ മലരോ പഴമോ വെച്ചിട്ട് അവർക്ക് നിവേദ്യം കൊടുക്കും ചെയ്താൽ കുറേ കൂടി നന്നാവാതെണ്ടിരിക്കില്ല എല്ലാം കൊണ്ടെന്നൊരു വാക്ക് പറഞ്ഞു. ഞാനത് തുടങ്ങിയെന്നല്ല, പിന്നെ പെട്ടെന്ന് ഒരു ദിവസം തോന്നി, ഏതായാലും ഇപ്പോൾ കൊറോണ ഒക്കെ വന്നതിൻ്റെ ശേഷം പുറത്തു പോകണില്ല എന്ന് ഉറപ്പിച്ചു. അപ്പോൾ ഈ മൂർത്തികളേനൊക്കെ എന്തു ചെയ്യും അല്ലേ? 7 ദിവസം പ്രതാപത്തോടു കൂടി എത്രയോ നിവേദ്യങ്ങളും പുഷ്പാഞ്ജലിയും അഭിഷേകങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള മൂർത്തികളാണ്. അവരേനെ ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് ദിവസപൂജ പറഞ്ഞ മാതിരി ദിവസേന വിളക്ക് വയ്ക്കുക, സാധിക്കണ കൂട്ടത്തിൽ അഭിഷേകാദികളും നിവേദ്യങ്ങളൊക്കെ ചെയ്യുക, ധാരാളം പൂക്കൾ പറിക്കുക, ആരാധിക്കുക. അതാണ്. അപ്പോൾ അതിനൊരു പേരൊക്കെ കെട്ടി. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, എന്താ ഇപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം? എനിക്കറിയില്ല അവരുടെ. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ 2024 ഈ ദിവസം മാർച്ച് 25 തീയതി എനിക്ക് എന്താ എത്രയെന്ന് പറയാൻ പറ്റില്ല, അത്ര വിശേഷപ്പെട്ട എൻ്റെ ഒരു ചേച്ചിയുണ്ട്. അവർ ഇവിടെ വന്ന് അവരുടെ പിറന്നാൾ അവിടെ കഴിച്ചു കൂട്ടി. ഇപ്പം എൻ്റെ പ്രശ്നം എന്താ വിചാരിച്ചാൽ, ഞാൻ അവിടെ വിളക്ക് വയ്ക്കാൻ പോയാൽ അവരുണ്ട് എന്നുള്ളൊരു സന്തോഷമാണ്, ഒരു മോറൽ സപ്പോർട്ട് എല്ലാറ്റിനും എന്തിനും. നമ്മുടെ ഒരു വെൽവിഷർ നമ്മളെ സദാസമയത്തും ബ്ലെസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുതന്നെ വലിയൊരു കാര്യമല്ലേ. ഈശ്വരനെ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഈശ്വരനെ എല്ലാവരിലും ആത്മാവായിട്ട് കാണുമ്പോൾ ഇത് ഈസിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഈ അനുഷ്ഠാനങ്ങൾ നമ്മളെ എവിടെ കൊണ്ടെത്തുമെന്ന് പറിക്കാൻ പറ്റില്ല, അത്ര ഉയർത്തും. പക്ഷെ നമ്മുടെ കാലശേഷം ഇതാര് കൊണ്ട് നടത്തും എന്നുള്ളത് വ്യാകുലപ്പെടേണ്ടതില്ല. കാരണം നമ്മൾ സമൂഹത്തിലുള്ള ആൾക്കാരെ പറ്റിച്ചിട്ട് അങ്ങനെയല്ലല്ലോ ജീവിക്കുന്നത്. അവരവരുടെ സമയം നല്ല രീതിയിൽ ചിലവാക്കുക, അത് ഇൻഡിപെൻഡൻറ്റ് തോട്ടാണ്. അത് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് എനിക്ക് ബാധകമല്ല. അതുകൊണ്ട് ആർക്കും കുഴപ്പമുണ്ടാവില്ല. അതിൻ്റെ സങ്കല്പം അങ്ങനെയാണ്, ഞാനിത് കാലാകാലം ചെയ്തോളാം എന്നല്ല, ആവുന്ന കാലം ചെയ്തോളാം. ഇത് എന്നിൽ റെസ്ട്രിക്റ്റഡാണ് പരമശൈലേ. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ, ഈ ശുശ്രൂഷ ഉപചാരം നമ്മുടെ എൽഡേഴ്സിനെ എങ്ങനെ നമുക്ക് ഉപചരിക്കാൻ പറ്റും, അതാണ് സത്യം. ഇനി നമുക്ക് അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുക. ആ ഭാവാർത്ഥവും പറഞ്ഞു, ഉപചാരം ഇത്ര തന്നെയാകുന്നു. എത്ര തന്നെ? അത് നമ്മുടെ മനസ്സാണ് തീരുമാനിക്കുക. എത്ര ഉപചാരം ചെയ്താലും കൃതജ്ഞത എക്സ്പ്രസ് ചെയ്യാൻ കമ്മിയാക്കരുത്. കൃതജ്ഞത വേണ്ടത്ര പറഞ്ഞിട്ടില്ലെങ്കിൽ, എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ അത് കൃതജ്ഞതയായിട്ട് മാറും. അതുകൊണ്ടാണ്. അപ്പോൾ 14ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? ഇമാ ദുഹിതര സഭ്യ തവ വത്സാ സുമധ്യമാ സർഗമേദം പ്രഭാവൈ സയോർബ്രഹ്മയിഷ്യന്ത്യനേകഥ. ബാലക, വത്സ ബാലക, ശോഭനാംഗികളായ നിൻ്റെ ഈ പുത്രിമാർ അവരുടെ പ്രഭാവങ്ങളാൽ ഈ ലോകത്തെ ബഹുപ്രകാരത്തിൽ, എത്ര പ്രകാരത്തിലാണെന്ന് പറയാൻ പറ്റില്ല, ബഹുപ്രകാരത്തിൽ വർദ്ധിപ്പിക്കും. ഹേ ഉത്തമനായ വത്സ, സുന്ദരാംഗികളായ നിൻ്റെ ഈ 9 പുത്രിമാർ അവരുടെ മാഹാത്മ്യങ്ങളാൽ ഈ ലോക സൃഷ്ടിയെ ബഹുവിധത്തിൽ അഭിവൃദ്ധിപ്പെടുത്തും എന്ന് പറഞ്ഞു. 15 അതസ്ത്വം ഋഷിമുഖ്യേഭ്യോ യഥാശീലം യഥാരുചി. യഥാശീലം യഥാരുചി, നമ്മളെന്ത് ശീലിച്ചു അത് നമുക്ക് രുചിക്കുള്ളൂ. കള്ളന് കക്കാണ്ടിരുന്നാൽ ഉറക്കം വരില്ല. സജ്ജനങ്ങൾക്ക് സത്സംഗം ചെയ്തിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഈ രണ്ടാമത് പറഞ്ഞതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. എനിക്ക് പ്രായമായോ പല്ലൊക്കെ പോയാലും ആവണ വരെ ഞാൻ എന്നെ കൂടെ ആവണ കൂട്ടത്തിലൊക്കെ ഇതിങ്ങനെ ഉദ്യമിക്കും. എന്താ കാരണം? പ്രതിബദ്ധത. സമൂഹത്തിനോട് എനിക്കുള്ളൊരു പ്രതിബദ്ധതയുണ്ട്. എന്താ, ഞാൻ ഉത്തരം താങ്ങുന്ന പോലെ എല്ലാവരും നന്നാക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ടാവണത് ഭഗവത് കാരുണ്യത്തിന് ഉതകുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക.
അത് വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഭഗവാൻ തീരുമാനിച്ചോട്ടെ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് നീ പുത്രിമാരെ യഥാശീലം ശീലത്തിനും അഭിപ്രായത്തിനും അനുസരിച്ച വിധത്തിൽ ഋഷിമുഖ്യന്മാർക്കായിക്കൊണ്ട് ഇപ്പോൾ വേണ്ട വിധം ദാനം ചെയ്യുക. അതായത് വിവാഹം കഴിച്ചു കൊടുക്കുക. എൻ്റെ ഒപ്പം ആൾക്കാർ വന്നിട്ടുണ്ട്, എൻ്റെ മക്കൾ തന്നെയാണ് അവർ. യശസ്സിനെ ഭൂമിയിൽ വിസ്തരിച്ചാലും അവർക്ക് യശസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞ് നിർത്താം. അതുകൊണ്ട് ഹേ പുത്ര, നിൻ്റെ ഈ പുത്രിമാരെ അവരുടെ രൂപ ഔദാര്യ ശൗശീല്യാദി ഗുണങ്ങൾക്കനുസരിച്ച വിധത്തിൽ ഋഷിമുഖ്യന്മാരായിരിക്കുന്ന ഈ മരീചിയാദികൾക്ക് ഇപ്പോൾ തന്നെ വിധിപ്രകാരം ദാനം ചെയ്യുക. തന്നിമിത്തം ഭൂമിയിൽ നിൻ്റെ യശസ് എങ്ങും വ്യാപിക്കുവാൻ ഇടവരും. എന്താ ഇപ്പോൾ ബ്രഹ്മാവ് ഇത് വരാൻ കാരണം? ഈ ഗർദമ പ്രജാപതിയിൽ നിന്നുള്ള വീര്യം ഈ സുശീലയായിരിക്കുന്ന ദേവഹൂതിയിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുവല്ലോ. അവിടെ ഭഗവാൻ കപിലനായിട്ട് അവതരിച്ചു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം പോവും. അപ്പോൾ പിന്നെ ആരാ ഈ കന്യാദാനം നടത്തുക? ആ സമയം നോക്കിയിട്ടാണ് വരണത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് 281. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.